16 വയസ്സിന് താഴെയുള്ളവർക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, യൂട്യൂബ് അടക്കമുള്ള പ്രധാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം. പക്ഷേ നിയമം നടപ്പാക്കിയിട്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തുവരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് മറ്റൊരു കഥയാണ്. 80%-ലധികം ഓസ്ട്രേലിയൻ ടീനേജേഴ്സ് ഇപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്: കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിച്ച ഓസ്ട്രേലിയൻ നയം പരാജയപ്പെട്ടോ? 2025 ഡിസംബർ 10-നാണ് ഓസ്ട്രേലിയയിൽ 16 വയസ്സിന് താഴെയുള്ളവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്ന നിയമം പ്രാബല്യത്തിൽ വന്നത്. ലക്ഷ്യം കുട്ടികളെ സോഷ്യൽ മീഡിയയിലെ മോശം കണ്ടന്റ്, സൈബർ ബുള്ളിങ്, ഓൺലൈൻ ചൂഷണം, സോഷ്യൽ മീഡിയ അമിത ഉപയോഗം തുടങ്ങിയ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതായിരുന്നു. പ്രധാനമായും കുട്ടികളെ ശിക്ഷിക്കുകയല്ല നിയമത്തിന്റെ ലക്ഷ്യം. പ്രായപൂർത്തിയാകാത്തവരുടെ അക്കൗണ്ടുകൾ തടയേണ്ട ഉത്തരവാദിത്തം സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് കൂടിയാണ് ഈ നിയമം നൽകുന്നത്. നിയമം നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് പ്രായപൂർത്തിയാകാത്തവരുടെ അക്കൗണ്ടുകൾ നീക്കം ചെയ്തതായി ഓസ്ട്രേലിയ സേഫ്റ്റി കമ്മീഷൻ അവകാശപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നിയമം വലിയ വിജയമായി തോന്നി. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? നിയമത്തിന്റെ യഥാർത്ഥ ഫലം പരിശോധിക്കാൻ നടത്തിയ പഠനത്തിലാണ് പ്രശ്നം വ്യക്തമായത്. വലിയൊരു വിഭാഗം കൗമാരക്കാരിൽ നിയമം പ്രാബല്യത്തിന് വരുന്നതിന് തൊട്ടു മുമ്പും 3 മാസത്തിന് ശേഷവും വന്ന മാറ്റം ഈ പഠനത്തിൽ ഉൾപ്പെടുത്തി. 12-13 വയസ്സുകാരുടെ ഇടയിൽ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ വലിയ മാറ്റമുണ്ടായിട്ടില്ല എന്നാണ് ഫലം. 14-15 വയസ്സുള്ളവരിൽ ചെറിയ കുറവുണ്ടായി. അതേസമയം 16 വയസ്സിന് മുകളിലുള്ളവരിൽ ഉപയോഗം വർദ്ധിക്കുകയും ചെയ്തു എന്നാണ് ഫലങ്ങൾ പറയുന്നത്. ഇതോടെ 16 വയസ്സിന് താഴെയുള്ളവരിൽ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ഒരു വലിയ കുറവും വന്നിട്ടില്ലെന്ന് വ്യക്തമായി. മറ്റൊരു സർവേ പ്രകാരം സോഷ്യൽ മീഡിയ നിരോധനം നിലവിൽ വന്ന് 3 മാസം കഴിഞ്ഞിട്ടും ഏകദേശം 85% കൗമാരക്കാർ ഇപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയത്. പ്രധാന പ്രശ്നം അത് പ്രായം കണക്കാക്കുന്നതിലാണ്. ഒരു വ്യക്തിക്ക് 15 വയസ്സാണോ 25 വയസ്സാണോ എന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ തിരിച്ചറിയും? അതാണ് ഓസ്ട്രേലിയയിൽ നടപ്പിലാക്കിയ ഈ നിരോധനത്തിലെ സാങ്കേതിക പ്രതിസന്ധി. പഠനങ്ങൾ സൂചിപ്പിക്കുന്നതും പല പ്ലാറ്റ്ഫോമുകളിലും വയസ്സ് നിർണ്ണയിക്കാനുള്ള സംവിധാനം ഇപ്പോഴും ഫലപ്രദമല്ലെന്നാണ്. ചില കൗമാരക്കാർ പ്രായം തെറ്റായി നൽകുന്നു. ചിലർ മറ്റുള്ളവരുടെ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നു. ചിലർ ഇതിനകം ഉണ്ടായിരുന്ന അക്കൗണ്ടുകളിൽ തുടരുന്നു. അതിനാൽ നിയമം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം സോഷ്യൽ മീഡിയയുടെ വാതിൽ കുട്ടികൾക്ക് മുന്നിൽ അടയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇതിലെ ഫലം കുറച്ചുകൂടി സങ്കീർണമാകുന്നത് 85% കുട്ടികളും ഇപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്ന കണക്ക് മാത്രം കണ്ടിട്ട് നിയമം പൂർണ്ണ പരാജയമാണെന്ന് പറയുന്നത് ശരിയല്ല എന്ന വാദത്തോടെയാണ്. ഓസ്ട്രേലിയൻ സർക്കാരിൻ്റെ വാദമാണിത്. ഇത് ഒരു ദീർഘകാല പദ്ധതിയാണ്. ലക്ഷ്യം എല്ലാവരെയും ഒറ്റ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കുക എന്നതല്ല. കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിലേക്ക് പ്രവേശിക്കുന്ന പ്രായം വൈകിപ്പിക്കുക എന്നാണ് ഗവൺമെന്റിന്റെ വാദം. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഡാറ്റ ഈ നിയമനിർമ്മാണത്തിന്റെ അന്തിമ ഫലമല്ല. പക്ഷേ ഇപ്പോഴത്തെ ഫലങ്ങൾ ഒരു കാര്യം വ്യക്തമായി കാണിക്കുന്നു: ബാൻ മാത്രം പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. മറ്റൊരു വലിയ പ്രശ്നം നിയമം കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കുമ്പോൾ അവർ മറ്റെന്തെങ്കിലേക്കും വഴിമാറുന്നു എന്നതാണ്. പ്രൈവറ്റ് മെസ്സേജ് ആപ്പുകൾ, ഗെയിമിങ്ങുകൾ, ഡാർക്ക് വെബ് സോഷ്യലുകൾ, VPN നെറ്റ്വർക്കുകൾ എന്നിവയിലേക്ക് നിരോധനം കുട്ടികളെ നയിക്കും. ഒരു പ്ലാറ്റ്ഫോം അടച്ചാൽ മറ്റൊരു പ്ലാറ്റ്ഫോം തുറക്കുന്ന സാഹചര്യം ഇതുണ്ടാക്കാം. അതുകൊണ്ടാണ് വിദഗ്ധർ പറയുന്നത്, അതായത് ഡിജിറ്റൽ സേഫ്റ്റി എന്നത് ഒരു നിരോധനത്തിൽ തീരുന്ന പ്രശ്നമല്ല. കൃത്യമായ വയസ്സ് നിയന്ത്രണം, പാരന്റൽ കൺട്രോളിംഗ്, പ്ലാറ്റ്ഫോം അക്കൗണ്ടബിലിറ്റി, കണ്ടന്റ് റെഗുലേഷൻ, ഡിജിറ്റൽ വിദ്യാഭ്യാസം ഇവയെല്ലാം ചേർന്നതായിരിക്കണം കുട്ടികളിൽ ഏർപ്പെടുത്തുന്ന സോഷ്യൽ മീഡിയ നിയന്ത്രണം. ഓസ്ട്രേലിയ ലോകത്ത് ആദ്യമായി 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിയന്ത്രണം നടപ്പിലാക്കിയപ്പോൾ ലോകത്തെങ്ങും കയ്യടിയായിരുന്നു. പല രാജ്യങ്ങളും ഈ പാത പിന്തുടരും എന്ന് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആദ്യഘട്ട കണക്കുകൾ വലിയൊരു കാര്യമാണ് വെളിവാക്കുന്നത്. നിയമം പാസ്സാക്കുന്നത് എളുപ്പമാണ്. പക്ഷേ ഒരു 15 വയസ്സുകാരൻ ശരിക്കും ഇൻസ്റ്റഗ്രാമിലേക്ക് കയറാതിരിക്കാൻ കഴിയുന്ന
സംവിധാനം ഉണ്ടാക്കുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി. അപ്പോൾ കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിലക്കുന്ന നിയമത്തിൽ ഓസ്ട്രേലിയ പരാജയപ്പെട്ടോ? ഇപ്പോഴത്തെ ഡാറ്റ പറയുന്നത് പൂർണ്ണമായും വിജയിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ അതൊരു പൂർണ്ണമായ പരാജയമാണ് എന്ന് വിളിക്കാനും പറ്റില്ല. ഒരു കാര്യം മാത്രം വ്യക്തമാണ്: കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു നിയമം മാത്രം പോരാ എന്നതിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്.